തരത്തിലുള്ള പരാതിയായിരുന്നു ചെന്നിരുന്നത്. ഒന്ന്, ഇപ്പോൾ അനുരാജ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ വേടന്റെ സ്വഭാവം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വേടന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അതുകൊണ്ട് അതൊരു മാതൃകയാക്കേണ്ടതല്ല, അതുകൊണ്ട് വേടന്റെ സൃഷ്ടിയും ബി എക്കാർക്ക് പഠിക്കേണ്ട ഒന്നല്ല, അതുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ സിലബസിൽ ഉൾപ്പെടുത്തരുത് എന്നായിരുന്നു. ഇപ്പോൾ ആർ എസ് ശശികുമാറിൻ്റെ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ പരാതി മറ്റൊന്നായിരുന്നു. ഇതിൽ താരതമ്യ പഠനത്തിന് യോഗ്യമായ ഒന്നല്ല, ഈ സംഗീതം പഠിപ്പിക്കേണ്ടതല്ല മലയാളം ബി എക്കാർക്ക്, ആ രീതിയിലുള്ളതായിരുന്നു. ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് പറയുന്നു അത് പഠിപ്പിച്ചേ തീരൂ, അത് പഠന വിഷയമായിട്ട് തന്നെ ഉണ്ടാവുമെന്ന്. ഇത്രമാത്രം തർക്ക വിഷയമാകേണ്ട ഒന്നാണോ വേടൻ്റെ ഈ പാട്ട്? ശ്രീ മഞ്ജുഷ്, തർക്ക വിഷയമാകണമെന്ന് ചോദിച്ചാൽ ഇവിടെ സവർക്കറുടെ പുസ്തകം പാഠ്യവിഷയമാകണം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ തർക്കമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരിൽ റാം എന്നുള്ളത് കൊണ്ടാണ് അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത് എന്ന് പറഞ്ഞിവിടെ കുറേയധികം ആൾക്കാർ വിവാദമുണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ വിഷയത്തിൽ എവിടെയാണ് എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ആൾക്കാർ അഭിപ്രായം പറയുന്നതും മിണ്ടാതിരിക്കുന്നതും ഒക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഞാൻ ഈ വിഷയത്തിനെ കാണുന്നത് വേടൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തിനെ വെച്ചിട്ടല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കൃതി, ആ കൃതി ഇതേപോലെ വിദ്യാർത്ഥികൾക്ക് പാഠ്യവിഷയമായിട്ട് മാറുമ്പോൾ അതിന് അക്കാഡമിക്കായിട്ടുള്ള മെറിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ പരിഗണിക്കുക. അപ്പോൾ നമ്മളെപ്പോഴാണ് പ്രാഥമികമായിട്ട് നമ്മളിതിൻ്റെയൊക്കെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊരു ഘട്ടത്തിലാണ് നമ്മളൊരു പുസ്തകത്തിനെ സിലബസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക? വളരെ ആസ്വാദക ശ്രദ്ധ നേടിയിട്ടുള്ള, വിമർശക ശ്രദ്ധ നേടിയിട്ടുള്ള, നല്ല നിരൂപണങ്ങൾ ഉണ്ടായിട്ടുള്ള, ക്രിട്ടിക്കൽ അക്ലെയിം എന്ന് പറയാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ള, സാഹിത്യരംഗത്തുള്ള അല്ലെങ്കിൽ സംഗീത രംഗത്തുള്ള എവിടെയാണെങ്കിലും അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രചനയായിരിക്കണം. അതിനെ പരിഗണിച്ചിട്ട് വേണം സിലബസിൽ ഇതിനെ പുതുതായിട്ട് ചേർക്കാൻ. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള സംഭാവനകളൊക്കെ തന്നെ ഹിരൺദാസ് മുരളി അല്ലെങ്കിൽ വേടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടെന്ന് വേടൻ തന്നെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടിൽ അത് എഴുതി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകം പോലുമില്ല. ആകെ നമുക്ക് കിട്ടുന്നത് യൂട്യൂബ് ലിങ്കാണ്. അവിടെ അതിൻ്റെ ലിറിക്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ മൊത്തം അക്ഷരത്തെറ്റുമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണോ നമ്മുടെ അക്കാഡമിക് നിലവാരം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ലിറിക്സ് കിട്ടുന്ന തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇപ്പോൾ ഉള്ള എല്ലാ ഗാനമേളകളിലും പോകുന്നൊരു പാട്ടുണ്ട്, നമുക്ക് അതിനെ വെക്കാം. അതിലും വളരെ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലത്തേക്കുള്ള ആശയമുണ്ട്. കേരളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, തുഞ്ചൻ പറമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ വെക്കാം, താരതമ്യ പഠനമാകാം. അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഞാനിതിൽ കാണുന്നത് ആ ഒരു പാട്ടിൻ്റെ വരികളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ചരിത്രപരമായിട്ടും മതപരമായിട്ടും അതിൽ കൊടുക്കുന്ന ഒരു ഇമേജറി ഉണ്ട്. ആ ഇമേജറി എന്ന് പറയുന്നത് പ്രകോപനപരമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ അതൊരു അക്കാഡമിക് പർപ്പസിന്, പെഡഗോജിക്കലായിട്ടുള്ള ഒരു പർപ്പസിന് അത് സൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഇവിടെ ഈ സൂട്ടബിൾ ആണോ എന്ന് അന്വേഷിച്ചപ്പോൾ അതിൽ എം എം ബഷീർ എന്ന് പറയുന്ന അദ്ദേഹത്തെ എല്ലാവരും ആദരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട് ഈ വിഷയത്തിൽ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് പഠിക്കുവാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയിൽ ഉള്ള അദ്ദേഹത്തെ തന്നെ ഈ വിദഗ്ധ സമിതിയിൽ ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനവും നല്ലതായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് മാനിക്കേണ്ടതുമാണ്. ഈ റിപ്പോർട്ടിൽ അദ്ദേഹം വേടൻ്റെ ഈ സ്വഭാവ സവിശേഷതകളിലേക്കൊന്നുമല്ല പോയിരിക്കുന്നു. അദ്ദേഹം കേവലം ഇത് മലയാളം ബി എക്കാർക്ക് ഈ സംഗീത താരതമ്യ പഠനത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നതിലേക്കാണ്. ഇനിയിപ്പോൾ അത് എം എ മ്യൂസിക്കുകാർക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചോളൂ എന്ന രീതിയിലുള്ള പ്രതികരണവും അദ്ദേഹം നടത്തുന്നുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത് സിലബസിൽ നിന്ന് മാറ്റുവാനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വസ്തുതയാണ്, അദ്ദേഹം ഈ വരികളിലേക്കും പോയിട്ടുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ അദ്ദേഹം ഈ സംഗീത താരതമ്യ പഠനം ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈക്കൽ ജാക്സന്റെ സംഗീതവും ഇദ്ദേഹത്തിൻ്റെ വേടൻ്റെ സംഗീതവും. അല്ല, സംഗീത താരതമ്യ പഠനം ഈ സാഹിത്യം പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലാതെ തന്നെ ഉണ്ടാകാറുണ്ട്. നമ്മളില്ല എങ്കിൽ നമ്മുടെ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ നമ്മൾ ഈ കവിതകളൊന്നും തന്നെ പഠിക്കാൻ പാടില്ല, അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഏറ്റവും കൂടുതൽ സാഹിത്യ സംബന്ധിയായിട്ട് കുട്ടികൾ പഠിക്കുന്നതും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും കവിതകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലായില്ലേ, ഈ സാഹിത്യ താരതമ്യം കൂടിയാണ്, വരികളുടെ താരതമ്യം കൂടിയാണ് ഇതിൽ ഈ താരതമ്യ പഠനത്തിൽ വരുന്നതെന്ന് അദ്ദേഹം അത് എടുത്തു പറയുകയും ചെയ്യുകയാണ്. ഈ സിലബസിൽ അങ്ങനെ അതിന് പ്രസക്തിയില്ല എന്ന്, ഈ വരികളുടെ സാഹിത്യത്തിന്റെ താരതമ്യ പഠനത്തിന് പ്രസക്തിയില്ല എന്ന്. അപ്പോൾ അത് മനസ്സിലാവുന്നില്ല, രണ്ടും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം നമ്മളൊക്കെ തന്നെ പഠിച്ച കാലത്തേക്കൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം പഠിക്കുന്ന ഒരു സമയത്ത് പോലും നമ്മൾ അതിൻ്റെ കാവ്യഭംഗിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സംഗീതത്തിന് കൂടി കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലത്തേക്കുള്ള കൃതികളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്, അതിലൊന്നും തന്നെ തർക്കമില്ല. അതല്ല എങ്കിൽ നമ്മൾ ഈ സംഗീതത്തിൻ്റെ ചിട്ടവട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതില്ല. അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനതിൽ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത്
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇവിടുത്തെ എതിർപ്പ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയോടോ അദ്ദേഹത്തിൻ്റെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ കണ്ടക്റ്റോ ഒന്നുമല്ല. പക്ഷേ അമിതമായിട്ടുള്ള രാഷ്ട്രീയം, വളരെ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാഠഭാഗം, അത് പെഡഗോജിക്കലി സ്യൂട്ടബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. കാരണം ONVയുടെയോ കക്കാടിൻ്റെയോ ഏതെങ്കിലും ഒരു കൃതി ആരോടും ചോദിക്കാതെ കണ്ണടച്ചെടുത്ത് സിലബസിൽ ചേർക്കുന്നത് പോലെ അല്ല ഇത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ മെറിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും പിന്നെ ശ്രീ ബഷീർ അടക്കം ഇതിൻ്റെ വരികളിലേക്ക് പോയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അക്കാദമികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിയാധിഷ്ഠിതമാണ്. അത് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ അണ്ടർടോൺ ഉള്ള വരികളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ വളരെ നെഗറ്റീവായിട്ടുള്ള ലൈറ്റിൽ ആൾക്കാരെ പ്രതിഷേധം എന്ന രീതിയിലത്തേക്ക് നിർത്തുകയാണ്. ഇപ്പോൾ മതം ഇരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞ് നടപ്പൂ എന്ന് ചോദിക്കുകയാണ്. മതം എന്ന് പറയുന്നത് ഒന്നാമത്തെ കോൺസെപ്റ്റ്, ഭാരതത്തിൻ്റെ കോൺസെപ്റ്റ്, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കോൺസെപ്റ്റിൽ മതം ഒരു ഇരുളല്ല. മതം ആൾക്കാരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അവരുടെ വിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ രീതിയിൽ ഭാരതവുമായിട്ട് ചേർന്നിട്ടത് കറക്റ്റ് അല്ല. ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു, മ്യാൻമറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തി നിൽക്കുന്നുവെന്നാണ്. നമ്മൾ വളരെ ആദരവോടുകൂടി കാണുന്ന ബുദ്ധിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീക നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. റോഹിംഗ്യ വിഷയമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ തീർത്തും ഏകപക്ഷീയമായി കാണുന്ന ഒരു സമീപനം, അത് ഒരു വിഭാഗം ബുദ്ധമതക്കാരും റോഹിംഗ്യൻ മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വിഷയമാണ് എങ്കിൽ ആ വിഭാഗം ബുദ്ധമതക്കാർ അക്രമികളാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവർ ദൈവമായിട്ട് ആരാധിക്കുന്ന, ലോകം മുഴുവൻ ദൈവമായി കാണുന്ന ശ്രീബുദ്ധനെ തന്നെ അക്രമകാരിയായിട്ട് കാണിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, IS-ഉം അൽഖയ്ദയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ കാണിക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന അക്രമികളാണ് അവരെന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണോ? വേണ്ട എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ ബുദ്ധൻ്റെ കാര്യത്തിൽ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് അതിനെ സിലബസിൽ ചേർക്കുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കാത്തത്? ഒപ്പം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത് ലോകത്ത് നടക്കുന്ന പലതരത്തിലുള്ള അട്രോസിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. അതിന് സിറിയയുണ്ട്, കൊറിയയുണ്ട്, ഇന്ത്യ, ശ്രീലങ്ക, ചൈന, കോങ്കോ, മെക്സിക്കോ, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, സൊമാലിയ, നമ്മുടെ അടുത്തുള്ള മ്യാൻമർ ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്, പാലസ്തീൻ ഉണ്ട്. ഇതെല്ലാം തന്നെ പറയുന്ന സമയത്ത് ഒരു കാര്യം അവിടെ മിസ്സിംഗ് ആണ്. അത് ശ്രദ്ധിച്ചോ? ലോകത്തിൽ ഇന്നുള്ള ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ വിനാശമുണ്ടാക്കുന്നതാണ്. ആ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകളെക്കുറിച്ച്, അവർ നടത്തുന്ന പ്രവൃത്തികളെക്കുറിച്ച് ഒരക്ഷരം ഇതിലില്ല. അതെന്താ? ഭൂമി വാഴുന്നിടത്ത്, വേടൻ വാഴുന്നിടത്ത്, നമ്മൾ വാഴുന്നിടത്ത് ഇതൊന്നും തന്നെ ഇല്ലേ? ഇതിൽ തന്നെ തെറ്റായിട്ടുള്ള മതസങ്കല്പങ്ങൾ. ഇപ്പോൾ ചൈനയിൽ ഉയ്ഗുർ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു ബിംബം ചമയ്ക്കുന്ന സമയത്ത് ഖുറാൻ എരിഞ്ഞതിൻ്റെ മണം പരന്നു എന്ന രീതിയിലത്തേക്ക് നമ്മൾ പറയേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു, ആസിഫയുമായി ബന്ധപ്പെട്ട കത്വയിലെ ആ സംഭവത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ കത്വയിലെ ആ സംഭവത്തിനെ പറ്റി പറയുന്ന സമയത്ത് ആ കൊലപാതകത്തിന്, ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് ഭഗവാൻ കാവലിരുന്നു എന്ന് പറയുന്നത് നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ബുദ്ധനെ എങ്ങനെയാണോ ഇകഴ്ത്തി കാണിക്കുന്നത് അതേ രീതിയിലത്തേക്കുള്ള ഒരു ബിംബം ചമയ്ക്കലാണ്. എന്ന് വെച്ചാൽ ഈ കൃതി ഒരു തരത്തിലുമുള്ള പ്രതിഷേധമല്ല, മറിച്ച് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ച്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അണ്ടർടോൺ വെച്ചുകൊണ്ട് ഒരു പോളറൈസേഷൻ സൃഷ്ടിക്കുന്ന രീതിയിലത്തേക്ക് വരുന്നു. അത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആകാം, തർക്കമില്ല. അദ്ദേഹത്തിന് അത് മ്യൂസിക് കൺസേർട്ടുകളിൽ വായിക്കാൻ കുഴപ്പമില്ല. പക്ഷേ അക്കാഡമിക്കലി സ്യൂട്ടബിൾ ആണോ, പെഡഗോജിക്കൽ പർപ്പസിന് ഇതിനെ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന ഒരു റെഡ് ഫ്ലാഗ് ആണ്. അത് പറ്റില്ല. അത് വേടനോടുള്ള രാഹുൽ ഈശ്വർ കൂടിയുണ്ട്. രാഹുൽ ഈശ്വർ വേടനെ അനുകൂലിക്കുന്ന ആളാണ്, വേടന്റെ പാട്ടുകളെ അനുകൂലിക്കുന്ന ആളാണ്. രാഹുൽ ഈശ്വർ